അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം നിസ്കാരം എന്നുള്ള പാഠമാണ്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് പഠിക്കാനുള്ളത് അസ്വലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു. അതുപോലെ തന്നെ ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല, എന്നാൽ അതിനെ ഖളാ വീട്ടൽ വാജിബാണ്. അപ്പോൾ നമുക്കതിൽ ആ ഒരു പാഠത്തിൽ നിസ്കാരം എന്നുള്ള പാഠത്തിൽ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് നോക്കാം. ഉത്തരം പറയാം. 1. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക്? അപ്പോൾ നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ്? അപ്പോൾ ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. രക്ഷിതാക്കളുടെ കടമ എന്ത്? ഉത്തരം 7 വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. ഒന്നുകൂടെ നോക്കാം. രക്ഷിതാക്കളുടെ കടമ എന്ത്? 7 വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഇസ്ലാം കാര്യങ്ങളിൽ ഡേഷ് നിസ്കാരമാകുന്നു. അപ്പോൾ അവിടെ എന്താണ് എഴുതാനുള്ളത്? രണ്ടാമത്തേത് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു. ഇനി രണ്ടാമത്തേത് നിസ്കാരം ഡേഷ് തൂണാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് തന്നെയാണ് നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അപ്പോൾ അവിടെ ദീനിൻ്റെ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. മൂന്നാമത്തേത് ശാരീരിക ഡേഷ് നിസ്കാരം. അപ്പോൾ അവിടെ പൂരിപ്പിക്കാനുള്ളത് എന്താണ്? ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്നുള്ളതാണ്. അപ്പം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. 1. നിസ്കരിക്കേണ്ട സമയം. അവസാന സമയം, സമയത്തിൻ്റെ ശേഷം, ആദ്യ സമയം. എപ്പോഴാണ്? ആദ്യ സമയത്താണ് അല്ലേ? അപ്പോൾ നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അപ്പം ആദ്യ സമയം എന്നുള്ളിടത്ത് ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം. അപ്പം ഉറക്കം, കുളി, മറവി. അത് നമ്മൾ മേലെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? കളിയാണ്. അപ്പം കളി കാരണം ഒരിക്കലും നമ്മൾ നിസ്കാരം പിന്തിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഉറങ്ങിപ്പോയി കഴിഞ്ഞാലും മറവി സംഭവിച്ചാലും നിസ്കാരത്തിന് എന്തില്ല? കുറ്റം ലഭിക്കുകയില്ല. അത് പെട്ടെന്ന് തന്നെ ഖളാ വീട്ടണം എന്നാണ് പറയുന്നത്. പക്ഷേ കളിച്ചുകൊണ്ട് നമ്മുടെ നിസ്കാരം ഖളാ ആയി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിസ്കാരം ഭിന്നിപ്പിച്ചാൽ അതിന് നമുക്ക് എന്ത് കിട്ടും? കുറ്റം ലഭിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠത്തിൽ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന പാഠമാണ് രണ്ടാമത്തത്. അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തത് വ്യക്തമാക്കാം. നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത്? ഉത്തരം നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാകാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണ്? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. അപ്പോൾ ആ 5 ഷർത്തുകളൊന്ന് നമുക്ക് നോക്കാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എഴുതാം. ഏതൊക്കെയാണ്? ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. രണ്ടാമത്തത് നജസിൽ നിന്ന് ശുദ്ധിയാവുക. മൂന്നാമത്തത് ഔറത്ത് മറയ്ക്കുക. അതുപോലെ നാലാമത്തത് സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യുക. അഞ്ചാമത്തത് ഖിബ്ലക്ക് മുന്നിടുക. ഈ 5 കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകളായിട്ട് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം. ശുദ്ധിയാവൽ. അപ്പോൾ അതിൽ നിന്നും ഏതെല്ലാം ചോദ്യങ്ങളാണ് വരിക? പൂർത്തിയാക്കാം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഡേഷ് എന്താണ് വേണ്ടത്? വുളൂ ചെയ്യണം എന്നുള്ളതാണ്.
അല്ലേ? ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ വുളു ചെയ്യണം. രണ്ടാമത്തത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. അപ്പം എന്താണ് എഴുതേണ്ടത്? കുളിക്കണം. മൂന്നാമത്തത് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയാകണം. അപ്പോൾ അവിടെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നുള്ളതാണ് പൂരിപ്പിച്ചെഴുതാനുള്ളത്. അപ്പോൾ അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ അതെങ്ങനെ വായിക്കും? നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയാകണം. നാലാമത്തത് നജസുകളുടെ ഡേഷ് എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. അപ്പം നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. ഇനി രണ്ടാമത്തത് ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നായ നമ്മെ സ്പർശിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണമെന്ത്? കാരണം എന്താണ്? നായ നജസ്സുകളിൽപ്പെട്ട ജീവിയാണ്. നായയുടെ നജസ്സായ ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തെ സ്പർശിച്ചേക്കാം. അപ്പോൾ നായയുടെ നജസ്സായിട്ടുള്ള ഭാഗങ്ങൾ നമ്മെ എന്താക്കിയേക്കാം? സ്പർശിച്ചേക്കാം. അതുകൊണ്ട് നായ നജസ് നമ്മെ തൊടുന്ന നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തതോ, നമ്മുടെ വസ്ത്രത്തിൽ മൂത്രം ആയാൽ അത് എങ്ങനെ വൃത്തിയാക്കണം? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. ഇനി മൂന്നാമത്തത് ചെറിയ കുട്ടികളുടെ മൂത്രവും മലവും നജസിൽ ഉൾപ്പെടുമോ? ചെറിയ കുട്ടികളുടെ മൂത്രവും മലവും നജസുകളിൽ ഉൾപ്പെടും. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, നജസുകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്താം. രക്തം, കഫം, മൂത്രം, ചത്ത മത്സ്യം, കണ്ണുനീര്, ചലം. അപ്പോൾ ഇതിലേതൊക്കെയാണ് നജസ്? ആദ്യത്തത് അല്ലേ? രക്തവും മൂത്രവും ചലവുമാണ് നജസിൽപ്പെടുന്നത്. അപ്പോൾ അതിന് നേരെ നമ്മൾ എന്ത് ചെയ്യണം? ശരി അടയാളപ്പെടുത്തണം. ഇനി നാലാമത്തെ പാഠമാണ് വുളൂഇൻ്റെ ഷർത്തുകൾ. വുളൂഇൻ്റെ ഷർത്തുകൾ എന്നുള്ളതാണ് നാലാമത്തെ പാഠം. അപ്പോൾ അതിൽ നിന്നും ഏതെല്ലാം വരും, ഏതെല്ലാം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഉത്തരം എഴുതാം. വുളൂഇൻ്റെ ഷർത്തുകൾ എന്നാൽ എന്ത്? എന്താണ്? വുളൂ ശരിയാവാൻ ചില നിബന്ധനകളുണ്ട്. അവക്ക് വുളൂഇൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നു. രണ്ടാമത്തത് വുളൂഇൻ്റെ ഷർത്തുകൾ ഏതെല്ലാമാണ് വുളൂഇൻ്റെ ഷർത്തുകൾ? വെള്ളം തഹൂറായിരിക്കുക. രണ്ടാമത്തത് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. മൂന്നാമത്തത് വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. അതുപോലെ നാലാമത്തത് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. അഞ്ചാമത്തത് നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയം ആവുക. അപ്പം ഇതാണ് ഈ 5 കാര്യങ്ങളാണ് വുളൂഇൻ്റെ ഷർത്തുകളായിട്ട് പറയുന്നത്. നല്ല രൂപത്തിൽ തന്നെ അത് പഠിക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അശുദ്ധികൾ ഉയർത്താനും നജസുകൾ നീക്കാനും എന്ത് വേണം? തഹൂറായ വെള്ളം തന്നെ വേണം. രണ്ടാമത്തത് നഖത്തിനുള്ളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന അഴുക്ക് പോലെയുള്ളവ നീക്കണം. മൂന്നാമത്തത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തൊഹൂർ. എന്താണ്? സ്വയം ശുദ്ധി വേണം, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയണം. അതിനാണ് എന്ത് പറയുക? തഹൂർ എന്ന് പറയുക. ഇനി നമുക്ക് ഉത്തരം പറയാം എന്നുള്ള ഭാഗം ഒന്ന് നോക്കാം. വുളൂഇൻ്റെ ഷർത്തുകൾ എത്രയാണ്? വുളൂഇൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. രണ്ടാമത്തത് വുളൂഇൻ്റെ മൂന്നാമത്തെ ഷർത്ത് ഏത്? വെള്ളം പകർച്ചയാകുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. മൂന്നാമത്തത് വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം? മുൻകൈ രണ്ടും, അതുപോലെ മുഖം മുഴുവനും, കൈ 2 മുട്ട് ഉൾപ്പെടെ, കാല് 2 ഞെരിയാണി ഉൾപ്പെടെ, അല്ലേ? ഇനി നാലാമത്തത് നിത്യ അശുദ്ധിക്കാർ സമയം ആയ ശേഷം മാത്രം വുളൂ ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏവ? ഉത്തരം ഫർള് നിസ്കാരങ്ങൾ, അതുപോലെ സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ. രണ്ടാമത്തത് ഉദാഹരണങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ്. തഹൂറായ വെള്ളത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്? കിണറിലെ വെള്ളം, കുളം,
പുഴ മുതലായവയിലെ വെള്ളം. ഇതാണ് തൊഹൂറായ വെള്ളം. കാരണം സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുമുണ്ട്. രണ്ടാമത്തത് തഹൂർ അല്ലാത്ത വെള്ളം. എന്തെല്ലാണ്? ഇളനീർ വെള്ളം, മൂത്രം, അതുപോലെ കഞ്ഞിവെള്ളം മുതലായവ. ഇതൊക്കെ എന്താണ്? തഹൂർ അല്ലാത്ത വെള്ളങ്ങളാണ്. 3, വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ. പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി, ഇതൊക്കെ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളാണ്. ഇനി മൂന്നാമത്തത് ശരി തെറ്റുകൾ രേഖപ്പെടുത്താം എന്നുള്ളതാണ്. ഒന്നാമത്തത് ഇളനീർ വെള്ളം കൊണ്ട് വുളൂ ചെയ്യുക. അത് തെറ്റാണ് അല്ലേ? അപ്പോൾ അതിന് നേരെ തെറ്റടയാളപ്പെടുത്തുക. 2, വുളൂ ചെയ്യും മുമ്പ് കയ്യിലുള്ള പെയിൻറ് നീക്കം ചെയ്യുക. അതെന്താണ്? ശരിയാണ്. ഇനി നമുക്ക് 5ാമത്തെ പാഠം നോക്കാം. വുളൂഇൻ്റെ ഫർളുകൾ എന്നുള്ളതാണ്. അപ്പം അതിൽ ഉത്തരം എഴുതാം. വുളൂഇൻ്റെ ഫർളുകൾ എന്നാൽ എന്ത്? ഉത്തരം: വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് വുളൂഇൻ്റെ ഫർളുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, വുളൂഇൻ്റെ ഫർളുകൾ ഏതൊക്കെയാണ്? നിയ്യത്ത് ചെയ്യുക, മുഖം കഴുകുക, 2 കൈയും മുട്ടോടു കൂടെ കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, 2 കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, ഇവയെല്ലാം വഴിക്ക് വഴി ആയി ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് വുളൂഇൻ്റെ ഫർളുകളായിട്ട് വരുന്നത്. ഇനി 3ാമത്തെ ചോദ്യം, മുഖം കഴുകുമ്പോൾ വെക്കേണ്ട നിയ്യത്ത് എന്താണ്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്താണ് മുഖം കഴുകുമ്പോൾ വെക്കേണ്ടത്. ഇനി 2ാമത്തത് ശരിയാക്കി എഴുതാം എന്നുള്ളതാണ്. വുളൂഇൻ്റെ ഫർളുകൾ 5 ആകുന്നു. ആണോ? അല്ല, വുളൂഇൻ്റെ ഫർളുകൾ 6 ആകുന്നു എന്ന് ശരിയാക്കി എഴുതുക. 2ാമത്തത്, തല തടവിയതിന് ശേഷമാണ് കൈ കഴുകേണ്ടത്. ആണോ? അല്ല, തല തടവിയതിന് ശേഷമാണ് കാല് കഴുകേണ്ടത്. ഇനി 3ാമത്തത്, മുഖം കഴുകിയതിന് ശേഷമാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. തെറ്റാണ്. ഇങ്ങനെയാണ്: മുഖം കഴുകുന്നതിന് മുമ്പാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. 4ാമത്തത്, മുൻകൈ മാത്രം കഴുകിയാൽ മതിയാവുകയില്ല. ഇവിടെ 4ാമത്തെ എന്താണ്? മുൻകൈ മാത്രം കഴുകിയാൽ മതി എന്നാണ്. അപ്പോൾ അത് ശരിയാക്കി എഴുതുമ്പോൾ മുൻകൈ മാത്രം കഴുകിയാൽ മതിയാവുകയില്ല. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.